ഡിയേഴ്സ് എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു നവരാത്രി സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നവരാത്രിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു മാലയാണ്. മാലയും ഒരു കമ്മൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കയറ്റിയിട്ടാൽ മാത്രം മതി. ഇപ്പോൾ ഈ ഒരു മാല എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ സിമ്പിളാണ്. നമുക്ക് ഈ ഐറ്റങ്ങളെല്ലാം നമുക്ക് ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസ് വിൽക്കുന്ന കടകളിലും അതുപോലെ ഓൺലൈൻ സ്റ്റോറുകളിലും ഒക്കെ അവൈലബിൾ ആണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് തിരക്കിയാൽ മതി. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ജസ്റ്റ് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നവരാത്രി സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. നവരാത്രിക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാലയുടെ ജസ്റ്റ് ഒരു ഡിസൈനാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഒരു ലോക്കറ്റും അതുപോലെ തന്നെ കുറച്ച് കണക്ടേഴ്സും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം സിൽവറാണ്, ഓക്സിഡൈസ്ഡ് ആണ്. അപ്പം എന്നിട്ട് ഡോരിയുടെ ആ ത്രെഡിൻ്റെ ആ ഒരു സംഭവം കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ മെറ്റീരിയൽസ് എല്ലാം തന്നെ നമുക്ക് ഓരോ ഇൻസ്റ്റഗ്രാം സ്റ്റോറുകളിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് തിരക്കി കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്നതാണ്. അപ്പം ഞാനിതെല്ലാം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ജംറിങ്സ് വെച്ച് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 2 വലിയ സ്റ്റാൻഡ് കിട്ടി. എന്നിട്ട് അത് ഞാൻ ആ വലിയ ലോക്കറ്റിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ലോക്കറ്റിൽ 3 കൊളുത്തുണ്ട്. ആ കൊളുത്തയിലോട്ട് ജസ്റ്റ് ജംറിങ് വെച്ച് ഇങ്ങനെ എല്ലാം ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പോവാണ്. വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. വളരെ സിമ്പിളാണ്. സ്റ്റാൻഡ് കുറച്ച് പ്രശ്നം വന്നുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് ചെയ്യുകയാണ്. ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ കുറച്ച് ഗുങ്കുറൂസ് ഒക്കെ ഇങ്ങനെ നമ്മൾ ഇവിടെ വരെ നമ്മൾ ഇതെല്ലാം കണക്ട് ചെയ്തെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ കുറച്ച് ഹോൾസ് ഉണ്ട്. അപ്പോൾ ഹോൾസിൽ നമുക്ക് ഇതുപോലെ ജംറിങ്സ് വെച്ച് ഗുങ്കുറൂസ് കൂടെ വെക്കാൻ വേണ്ടി ഇതുപോലെ സിൽവർ മെറ്റൽ ബീഡ് ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് ഗുങ്കുരു എന്നാണ്, വേറെ എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പം ഗുങ്കുരു തന്നെ തോന്നുന്നു. അപ്പം അത് വെച്ച് ജസ്റ്റ് ഈ ഒരു പ്ലെയർ വെച്ചിട്ട് വേണം ചെയ്യാൻ. പ്ലെയർ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പം എൻ്റെ ഒരു കംഫർട്ടബിൾ ഞാൻ പണ്ട് മുതലേ കുറച്ച് നാളായിട്ട് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്ലെയർ എടുത്തത്. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾ ഓരോന്നിങ്ങനെ കണക്ട് ചെയ്ത് ആ ഒരു ഹോൾസ് എല്ലാം നമ്മളത് ഫില്ല് ചെയ്യാം. നമുക്ക് ഒന്നുകൂടെ ഫില്ല് ചെയ്യാനുണ്ട്. ഒന്നുകൂടെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് പിന്നെ ആ ത്രെഡ് താണ്ട് ഈ ഒരു ഡോരിയുടെ ത്രെഡ് കിട്ടാൽ മതി. അങ്ങ് വീണതാട്ടോ, ഭയങ്കര സൗണ്ടാണിത്. സൂക്ഷിച്ച് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇത്രയും ഭാഗം നമുക്ക് ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട് മാലയുടെ. ഇനി നമുക്ക് ഈ ഒരു അറ്റത്തുള്ള ഈ ഒരു സംഭവമാണ് നമുക്കിനി വെക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് വലിയ ജംറിങ്സ് എടുത്താലും കുഴപ്പമില്ല. കുറച്ചുകൂടി നല്ല ഹാർഡായിട്ടിരിക്കുന്ന കട്ടിയുള്ള ജംറിങ്സ് എടുത്താലും കുഴപ്പമില്ല. കയ്യിലിരിക്കുന്ന ഏത് റിങ് ആയാലും കുറച്ച് വലുതായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് ഒരറ്റത്ത് നമ്മൾ നേരത്തെ പ്ലേസ് ചെയ്ത പോലെ തന്നെ പ്ലേസ് ചെയ്യുകയാണ്. എന്നിട്ട് ഈ ഒരു ഡോരി ഉണ്ടല്ലോ, ഡോരി നമ്മൾ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കമ്പി വെച്ചൊക്കെയാണ് പിന്നെ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇച്ചിരി പാടായതുകൊണ്ട്, അല്ലെങ്കിലും കുറച്ച് വൃത്തികേടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. കമ്പിയൊക്കെ നമുക്ക് അറിയും, അപ്പം കമ്പി വെച്ചാൽ ചെയ്തതെന്നൊക്കെ ഉള്ളത്. ഈ കൊളുത്താകുമ്പോൾ നമുക്ക് അത്രയും കുഴപ്പമില്ല. കൊളുത്ത് വെക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ മുറുക്കി വേണം വെക്കാൻ വേണ്ടിയിട്ട്. പ്ലെയർ വെച്ച് നല്ല രീതിയിൽ അങ്ങ് മുറുക്കണം. അപ്പോൾ ഒരു സൈഡ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഈ സൈഡ് ഇങ്ങോട്ടുകൂടെ കണക്ട് ചെയ്താൽ മതി. ഇതിൻ്റെ പ്ലാനിങ് നടക്കുമെന്ന് അറിയത്തില്ല. ഞാൻ ഇങ്ങനെയാണ് ഒരു വീഡിയോയിൽ കണ്ടത്. ഇതാണ് എൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ്, നമുക്ക് നോക്കാം. എന്നിട്ട് ഞാൻ ഈ ഒരു ഭാഗം കൊളുത്തിയിട്ട് ഇതുകൂടി ഇങ്ങോട്ട് കൊളുത്താൻ വേണ്ടിയിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ച് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എത്രയും വൃത്തികേടും തോന്നത്തില്ല. ഇനി നമുക്ക് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും അങ്ങനെ ഒന്ന് മാല ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ വലിയ മാല. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച മാല. നല്ല വലുപ്പമുണ്ട്, അതുകൊണ്ട് നല്ല വെയിറ്റും ഉണ്ട്. ഇട്ട് നോക്കുന്നില്ല. ഇതാണ് നമ്മുടെ മാല എന്ന് പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യാൻ വേണ്ടി. ഇവിടെ നമ്മൾ ഈ ഒരു ലോക്കറ്റിൻ്റെ ഇവിടെ ആണെങ്കിൽ ഞാൻ ഇവിടെയും കൂടി ഒരു കൊളുത്തുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഇതുപോലെ തന്നെ ഒരു കൊളുത്ത് വെച്ച് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കമ്പി വെച്ച് ഇവിടെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായി നല്ല ഹെവിയാണിത്. ഇതിൻ്റെ ഫോട്ടോ ഞാൻ ഇടാമേ. നല്ല ഹെവി ആയിട്ടുള്ള ഓക്സിഡൈസ്ഡ് മാലയാണിത്. ആണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ കൂടെ ഒരു കമ്മൽ വിട്ടു. ജസ്റ്റ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എന്നിട്ട് നമ്മുടെ മാല കുറേ വട്ടി. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു നെക്സ്റ്റ് വീഡിയോ ആവുന്നതിന് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക് യു.